നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 20. ഭീഷ്മർ ചിത്രാംഗദനെ രാജാവായി വാഴിച്ചുവെങ്കിലും യുദ്ധത്തിൽ ഒരു ഗന്ധർവനുമായി ഏറ്റുമുട്ടി ചിത്രാംഗദൻ മരണപ്പെടുന്നു. അപ്പോൾ വിചിത്രവീര്യനെ രാജാവായി വാഴിക്കുന്നു. സത്യവതി സുതനായ വിചിത്രവീര്യനെ, ചിത്രാംഗദൻ്റെ സഹോദരനെ, രാജാവായി വാഴിക്കുന്നു. സത്യവതിക്കപ്പോൾ വളരെ സന്തോഷമായി. തൻ്റെ പുത്രനെ തന്നെയാണല്ലോ ഇപ്പോഴും രാജാവായി അവരോധിച്ചിരിക്കുന്നത് എന്ന്. സത്യവതിയുടെ ആ പുത്രന്, അതായത് വിചിത്രവീര്യന് യൗവനമായി. അപ്പോൾ അനുജൻ്റെ വിവാഹത്തിന് വേണ്ടി ഭീഷ്മർ ആലോചന തുടങ്ങി. അപ്പോൾ യാദൃച്ഛികമായി കാശി രാജാവ് തൻ്റെ 3 പുത്രികളുടെയും സ്വയംവരത്തിനു വേണ്ടി വിളംബരം ചെയ്ത് കഴിഞ്ഞിരുന്നു. അവരുടെ സ്വയംവരം നടത്താൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും കാശി രാജാവ് ചെയ്തു. എല്ലാ രാജാക്കന്മാരെയും രാജപുത്രന്മാരെയും ഒക്കെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ തേജസ്വിയായ ഭീഷ്മർ ഒരു ഒറ്റ രഥത്തിൽ ചെന്ന് എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി 3 കന്യകകളെയും ബലാൽ അപഹരിച്ചുകൊണ്ട് പോന്നു. ഹസ്തിനാപുരത്തിൽ അവരെയും കൊണ്ട് ഭീഷ്മർ എത്തി. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ഇവരെ അപഹരിച്ചത്. പക്ഷേ കാണികൾക്കെല്ലാം തോന്നിയത് അങ്ങനെയാണ്. ഭീഷ്മർക്ക് തന്നെ വേണ്ടിയാണ് ഇവരെ അപഹരിച്ചതെന്നാണ്. പക്ഷേ ഭീഷ്മർ അവരെ എല്ലാം മാതാവിനെ പോലെയും സഹോദരിയെ പോലെയും മകളെ പോലെയൊക്കെയുമാണ് കരുതിയത്. സത്യവതിയെ വിവരമറിയിച്ചിട്ട് വിചിത്രവീരനെ കൊണ്ട് അവരെ വിവാഹം ചെയ്യിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അവരിൽ മൂത്തവളായ കന്യക ഭീഷ്മരോട് വളരെ നാണത്തോടുകൂടി ലജ്ജാവിവശയായിട്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ധർമ്മിഷ്ഠ, ഞാൻ കുരുശ്രേഷ്ഠനും ധർമ്മജ്ഞനും ഒക്കെയായ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഞാൻ സ്വയംവരത്തിൽ ശാല്വരാജാവിനെ മനസ്സ് വരിച്ചിരിക്കുകയാണ്. സ്വയംവരം നടന്നില്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ശാല്വരാജാവിനെ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ വിവാഹം ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. വിചിത്രവീരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ബലവാനാണെന്ന് എനിക്കറിയാം. അങ്ങേക്ക് എന്തും ചെയ്യാം. അങ്ങ് ആലോചിച്ചു വേണ്ടത് ചെയ്യൂ. എൻ്റെ ഭർത്താവ് എന്തായാലും ശാല്യരാജാവ് തന്നെയാണെന്ന് മൂത്ത പുത്രി അറിയിക്കുന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. സൂത ഉവാച. ശ്ലോകം 40. ഏവമുക്തസ്ത്വയാ തത്ര കന്യയാ കുരുനന്ദനഃ അപ്യച്ഛദ് ബ്രാഹ്മണാൻ വൃദ്ധാൻ മാതരം സചിവാംസ്തഥാ. ആ കന്യക ഇങ്ങനെ പറഞ്ഞപ്പോൾ കുരുവംശജനായ ഭീഷ്മർ ബ്രാഹ്മണരോടും വൃദ്ധന്മാരോടും മാതാവിനോടും മന്ത്രിമാരോടും ആലോചിച്ചു. ശ്ലോകം 41. സർവേഷാം മതമാജ്ഞായ ഗാംഗേയോ ധർമ്മവിത്തമഃ ഗച്ഛേതി കന്യകാം പ്രാഹ യഥാരുചി വരാനനെ. എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം ബ്രഹ്മവിത്തമനായ ഗാംഗേയൻ ആ കന്യകയോട് പറഞ്ഞു: സുന്ദരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ പൊയ്ക്കൊള്ളൂ. ശ്ലോകം 42. വിസർജിതാഥസാതേന ഗതാശാല്വനികേതനം
ഉവാചതം വരാരോഹോ രാജാനാം മനസേ സ്ഫിതം. ഭീഷ്മർ പറഞ്ഞയച്ചപ്പോൾ അവൾ ശാല്വരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. കുലീനയായ അവൾ തൻ്റെ ആഗ്രഹം ആ രാജാവിനെ അറിയിച്ചു. ശ്ലോകം 43. വിനിർമുക്താസ്മി ഭീഷ്മേണ ത്വന്മനസ്കേതി ധർമ്മതഃ ആഗതാസ്മി മഹാരാജ ഗൃഹാണാദ്യ കരം മമ. അങ്ങയിൽ മനസ്സുറച്ചവളാണെന്നറിഞ്ഞ ഭീഷ്മർ ധർമ്മബോധം നിമിത്തം എന്നെ വിട്ടു. അവിടെ നിന്നും വന്നിരിക്കുകയാണ് ഞാൻ. മഹാരാജാവേ, അങ്ങിപ്പോൾ എൻ്റെ പാണിഗ്രഹണം നിർവഹിച്ചാലും. ശ്ലോകം 44. ധർമ്മപത്നി തവാത്യന്തം ഭവാമി നൃപസത്തമ ചിന്തിതോസി മയാ പൂർവം ത്വയാഹം നാത്ര സംശയഃ. മഹാരാജാവേ, ഞാൻ എന്നും അങ്ങയുടെ ധർമ്മപത്നിയായി വർത്തിച്ചു കൊള്ളാം. പണ്ടേ ഞാൻ അങ്ങയെ സ്മരിക്കുന്നുണ്ട്. അങ്ങ് എന്നെയും. ഇതിൽ സംശയമൊന്നുമില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.